ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തമ്പായിയെ കാണിച്ചാണ് എപ്പിസോഡ് തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ തമ്പായി കന്യാശ്ശേരി മന മൊത്തത്തിൽ നിലവിളക്ക് കൊണ്ട് ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയമാണ് അങ്ങോട്ടേക്ക് രണ്ടുപേരെ കടന്നു വരുന്നത്, അതായത് കുഞ്ഞമ്മയും ഈ പറയുന്ന മുത്തശ്ശി കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും നന്നായി തന്നെ തമ്പായി വരവേൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിലോ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ മുത്തശ്ശി പറയണേ യാത്ര വലിയ കടുപ്പമായിരുന്നു, എന്തായാലും നല്ല ക്ഷീണമുണ്ട്. അപ്പോഴേക്കും തമ്പായി പറയണേ കുളി കഴിഞ്ഞിട്ട് വാ, ഭക്ഷണം എടുത്തു വെക്കാം. അത് കേട്ടോടെ തന്നെ മുത്തശ്ശി പറയാണ് ഭക്ഷണമൊന്നും വേണ്ട, ഒന്ന് നീണ്ടു നിവർന്ന് കിടന്നാൽ മതി എന്നും പറഞ്ഞ് അവരെ ഉറങ്ങുന്നു കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി രഘുനെയും അമ്പിളിയാണ് കാണിക്കുന്നത്. വിഷുക്കൊന്തയൊക്കെ പൊട്ടിച്ച് അവരാ വീട്ടിൽ മൊത്തത്തിൽ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ വിഷു അടിപൊളി തന്നെ എന്നൊക്കെ ഇങ്ങനെ രഘു പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ആരൊക്കെ വിഷുവിന് വരുന്നെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും ഇത്തവണത്തെ വിഷു എനിക്ക് സന്തോഷമുണ്ടാക്കുന്നത് ഈ പറയുന്ന കുഞ്ഞമ്മയും മുത്തശ്ശിയും വരുന്നത് കൊണ്ടാണ് എന്ന് അമ്പിളി പറയുന്നു കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാഷ് വരുന്നത്. മാഷാണെങ്കിൽ പുറത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ അമ്പിളി ചോദിക്കുക അച്ഛനെ ഇങ്ങോട്ടാ, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം, ഉച്ചയ്ക്ക് ശേഷമേ വരുള്ളൂ, അവിടെ ഉത്സവമുള്ളതല്ലേ, അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാം. അത് കേൾക്കുന്ന അമ്പിളി പറയണ അല്ല അച്ഛാ, ഇനിയിപ്പോൾ കുഞ്ഞമ്മ ഇങ്ങോട്ടേക്ക് വരുമോ, മുത്തശ്ശിയൊക്കെ ഇങ്ങോട്ടേക്ക് വരുമോ, വരുന്നുണ്ടെങ്കിൽ അവർ വിളിക്കും. എന്തായാലും ഇന്ന് ഉച്ചയൂണ് നീ തയ്യാറാക്കേണ്ട, വൈകിട്ടാവും അവരെത്തുന്നുണ്ടാവുക. അപ്പോൾ അച്ഛൻ അവരൊക്കെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല. ആരൊക്കെ വരുന്നത്, നിൻ്റെ അനിയത്തിമാരല്ലേ വരുന്നത്, അവരൊക്കെ വരുമ്പോൾ നീയും രഘു ഇവിടെ ഉണ്ടല്ലോ, അത് മതി, അപ്പോഴേക്കൊക്കെ ഞാൻ എത്താൻ നോക്കാം എന്നും പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പിന്നീട് പറയുന്നുണ്ട് ഞാൻ ഉത്സവം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഞാൻ വിളിക്കാം, വിഷുക്കണിക്കായിട്ട് ഇനി എന്തെങ്കിലും ഒരുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നീ എനിക്ക് വിളിച്ച് പറയണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറയുമ്പോൾ സരോജിനിയാണ് ഒരുക്കിയിരിക്കുന്നത്, സരോജിനി ആൻറ്റിയോട് ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അവരങ്ങ് ഇറങ്ങുന്നു കേട്ടോ. മാഷ് അങ്ങ് ഇറങ്ങുന്നു. എന്നാൽ ഈ സമയം അമ്പിളി പറയണേ വിഷുവൊക്കെ അങ്ങ് കഴിയും, അനിയത്തിമാരും അങ്ങ് വരും, കുഞ്ഞമ്മയും എത്തും, മുത്തശ്ശി എത്തും, അച്ഛൻ എന്തോ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മാഷ് പറയുന്നുണ്ട് ഇത്തവണ അവരൊക്കെ വരുന്നതാണ് എൻ്റെ വിഷുവിൻ്റെ വലിയ സന്തോഷം, അതിനൊരു തീരുമാനം എടുക്കുന്നുണ്ട്, അവരൊക്കെ വരുന്ന ആ സന്തോഷത്തിൽ എനിക്കൊരു ദുഃഖവുമുണ്ട്. അത് കേൾക്കുന്ന അമ്പിളി ചോദിക്കുന്ന എന്ത് ദുഃഖം, കഴിഞ്ഞ വിഷുവിന് എൻ്റെ ഇന്ദ്രൻ എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ഇന്ദ്രൻ ഇല്ല. അത് കേൾക്കുന്ന അമ്പിളി പറയണം ഇന്ദ്രൻ ഇല്ലെങ്കിൽ എന്താ, ഇന്ദ്രൻ ഇപ്പോൾ അനുപമയുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ, ഉണ്ടായിട്ട് എന്താ, അനുപമയ്ക്കില്ലല്ലോ. അത് കേട്ട ഉടനെ തന്നെ മാഷും പറയാണ് അനുപമയ്ക്കില്ലല്ലോ. അപ്പോൾ അമ്പിളി പറയണം അനുപമയുടെ മനസ്സ് നമുക്ക് അങ്ങ് മാറ്റി എടുക്കാമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന മാഷ് പറയണേ അതൊന്നും പറ്റില്ല, കാരണം അനുപമ എന്ന് പറയുന്നവൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു കടുത്ത തീരുമാനമായിരിക്കും, അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും തീരുമാനമെടുക്കില്ല, ഭൂമിയോളം ക്ഷമിക്കും, ഭൂമിയോളം താവും, അങ്ങനെയൊക്കെ അവൾ ചെയ്യും. പക്ഷേ പിന്നീട് ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് ആർക്കും പിന്തിരിപ്പിക്കാനും കഴിയില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു കേട്ടോ. പിന്നീടാണ് അമ്പിളി പറയുന്നത് വേഷമൊക്കെ അങ്ങ് കഴിയും, എല്ലാവർക്കും സദ്യ ഒരുക്കും, പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയണം. അത് കേട്ടവിടെ തന്നെ എന്തിനാണ് ഇനി ഇങ്ങനെ തിടുക്കം കാണിക്കുന്നത്, അമ്മാവൻ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ. അത് കേട്ടവിടെ തന്നെ ചെയ്തു തരാമെന്നൊക്കെ പറയും, പക്ഷേ ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കേണ്ട പോലെ അങ്ങ് ചോദിക്കും എന്ന് പറയുമ്പോൾ രഘുവിന് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞിനെയും വിളിച്ച് അവിടെ നിന്ന് പോവാണ്. പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത്. അമ്പലം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഒരു ചായയൊക്കെ ഇട്ട് അമ്പലത്തോട്ട് ഇങ്ങനെ നോക്കുക, കാരണം അനുപമയുടെ വീട് അമ്പലത്തിൻ്റെ പുറകിലാണല്ലോ. അപ്പോഴാണ് ഈ ഭാനുമയും അനുപമയും ഇങ്ങനെ കയറി വരുന്നത്. പക്ഷെ ആ മഞ്ചാടിയുടെ മുഖം അത്ര തെളിച്ചമില്ല ഇവരെ കാണുമ്പോൾ. അങ്ങനെ അവർ അവിടെ ഇവരുടെ അടുത്തോട്ട് എത്തുമ്പോൾ അവർക്ക് കാണിക്കുന്ന വിധത്തിൽ ഒരു ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. മോളെ നീ കുളിച്ചതാണോ എന്ന് ഭാനുമ്പ ചോദിക്കും. ഞാൻ കുളിച്ചിട്ടുണ്ട്, എന്നാൽ പ്രസാദം തൊട്ടുതരാം എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ അനുചേച്ചി എന്തിനാ അപ്പോൾ നമ്മൾ പഞ്ചരത്നത്തിലോട്ട് പോകുന്നത്, അനുചേച്ചിക്ക് ആദ്യമായി കിട്ടിയ വീടല്ലേ ഇത്, ഇതിലല്ലേ വിഷുക്കണി ഒഴിക്കേണ്ടത്, അനുചേച്ചി എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്. അത് കേട്ടോടെ തന്നെ അനുപമ ആദ്യമൊക്കെ ഒന്നും മിണ്ടാതിരിക്കും, പിന്നീടും അത് ആവർത്തിക്കുന്നെന്ന് കാണുന്ന അനുപമ പറയണേ അതെ, അച്ഛൻ ഉള്ളിടത്തോളം കാലം എൻ്റെ വിഷു അച്ഛൻ്റെ കൂടെയാണ്, അച്ഛൻ എവിടെയുണ്ടോ ആ വിഷു ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന താനിക്ക് ഒരു പേടിയൊക്കെ തോന്നുക. അങ്ങനെ അകത്തോട്ട് ചെന്ന് താനിങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് അല്ല ചേച്ചി വിഷുവിന് അങ്ങോട്ടേക്ക് പോകണം, എന്താ നിനക്ക് അങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ നീ അച്ഛനെ വിളിച്ച് പറഞ്ഞേക്ക്. അത് കേട്ടോടെ തന്നെ എനിക്ക് വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അച്ഛൻ എൻ്റെ കല്യാണകാലത്തെക്കുറിച്ച് തീരുമാനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നത്. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം. അത് കേട്ടോടെ തന്നെ നിൻ്റെ കല്യാണക്കാര്യം ഒരു കുറി അച്ഛൻ തീരുമാനം എടുത്തല്ലോ, അന്ന് നീ അച്ഛന് കൊടുത്ത ശിക്ഷ എന്താ, അതുകൊണ്ട് ഇനി എന്തായാലും അച്ഛൻ അങ്ങനെയുള്ള വിഡ്ഢിത്തരം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ ചിലപ്പോൾ ചെയ്താൽ നീ അങ്ങ് എതിർത്തേക്ക്, നിനക്ക് പറ്റില്ലെങ്കിൽ നീ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്, അത്ര തന്നെ. അപ്പോൾ അനുചേച്ചിക്ക് സമ്മതമാണല്ലേ എനിക്ക് എതിർക്കുന്നതിൽ, ഞാൻ നിന്നോടൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ എന്ന് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുന്ന മഞ്ചാടിക്ക് ഒരു സന്തോഷമൊക്കെ ആവുകയാണ്. അങ്ങനെ അടുക്കളയിലോട്ട് ചെല്ലുന്നിരിക്കുകയാണ് മനുമയുടെ ഒരു കാര്യം പറയട്ടെ. എന്താ? അപ്പോൾ തന്നെ മഞ്ചാടിക്ക് കല്യാണത്തെക്കുറിച്ച് വലിയ ഇഷ്ടമൊന്നുമില്ലല്ലേ എന്നിങ്ങനെ ഭാനുമ അങ്ങോട്ടേക്ക് പറയുകയാണ്. അവൾ അതുകൊണ്ടാണ് അത് തന്നെ ഇങ്ങനെ പറയുന്നത്. അവൾ അത് തന്നെ അത് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. അവൾ അത് തന്നെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവളെ ഒന്ന് പേടിക്കേണ്ടതുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയേണ്ട ഭാനുമേ, ഇത്തവണത്തെ വിഷു ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഈ വീട്ടിൽ ആദ്യമായി കടന്നു വരുമ്പോൾ ഇന്ദ്രേട്ടനെ എല്ലാം എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് തോന്നലാണ്. കാരണം അമ്മ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഇന്ദ്രേട്ടൻ എന്നെ കൈപ്പിടിച്ച് ഈ വീട്ടിലോട്ടാണ് വന്നത്. ഈ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ എല്ലാമായി ഇന്ദ്രേട്ടൻ എന്ന് കരുതിയ ഇന്ന് എനിക്ക് എൻ്റെ എല്ലാമായി ഈ വീട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ വിഷു ആഘോഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ കഴിയില്ല. കാരണം ആഘോഷിച്ചു കഴിഞ്ഞാൽ കണ്ണീരിലാഴും. കാരണം ഇന്ദ്രേട്ടനെ ആഗ്രഹിക്കുന്ന ഈ വീട്ടിൽ വിഷു ആഘോഷിക്കുമ്പോൾ കണ്ണീര് വീഴുന്നതിനേക്കാൾ നല്ലത് ഞാൻ അങ്ങോട്ടേക്ക് പോവാം. അതുകൊണ്ട് ഭാനുമ ഈ വീട്ടിൽ വിഷുക്കണി ഭാനുമക്ക് ഒരുക്കിക്കൂടെ? അത് കേൾക്കുന്ന ഭാനുമ പറയണേ, ഇത്തവണ ഞാൻ ഒരുക്കണമെന്ന് കരുതി തന്നെയാണ് ഇരിക്കുന്നത്. നീ പോയാലും ഞാനത് ചെയ്യുമെന്ന് കരുതിയിരുന്നതാ. അത് കേൾക്കുന്ന അങ്ങ് ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ. പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ശ്യാമവും സത്യനൊക്കെ കയറി വരികയാണ്. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തായി വിഷുവിന് എന്താ ചെയ്യുന്നത് ശ്യാമ്? അച്ഛൻ്റെ അടുത്തോട്ട് പോകണം, ഫ്ലാറ്റിൽ പോയി ഞാനും സോനയെ അവിടെ പോയി ആഘോഷിക്കണമെന്നാ. അപ്പോൾ സത്യം പറയണേ, ഞങ്ങൾ നാളെ പ്രതിഭയുടെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ പ്രതിഭ പറയണേ, ഇന്ദ്രട്ടൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് എല്ലാവർക്കും എൻ്റെ വീട്ടിലോട്ട് വിഷു ആഘോഷിക്കാൻ പോയാലോ? അത് കേട്ട ഉടനെ അതൊന്നും വേണ്ട, എനിക്കെൻ്റെ മോനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേൾക്കുന്ന സോന പറയണേ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, തൽക്കാലം ഇന്ദ്രേട്ടൻ മോനെ പോയി കണ്ടു. അനുചേച്ചി അതിലൊന്നും എതിർക്കില്ല. മോനെ പോയി കണ്ട് വിഷുവിനെ അവനൊന്ന് കണ്ടു പോന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഭാഗത്ത് നിൽക്കുമ്പോൾ ക്ഷാമ ചോദിക്കാൻ, നിൻ്റെ അമ്മ ഇവിടെ ഇല്ലേ സോനെ, നീ ഇത്ര ധൈര്യത്തിൽ സംസാരിക്കാൻ? അത് കേട്ട ഉടനെ തന്നെ, അല്ല അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയാണ്, എന്തായാലും ഇന്ന് രാത്രി ഇവിടെ പടക്കം പൊട്ടിക്കലും അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നടത്തണമെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ നിസ്സഹായനായി. അതായത് ഒരു തരം നിരാശ ഇതോട് കൂടിയിട്ട് ഇന്ദ്രൻ അവിടെ നിന്നും എണീറ്റ് പോകണ്ട കേട്ടോ. തനിക്ക് എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്ത ആ അവസ്ഥയുണ്ടല്ലോ. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. സുശീലയും അതുപോലെ തന്നെ സുശീലയും കുഞ്ഞമ്മയും ഹർഷയും കൂടി അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ല കുഞ്ഞമ്മേ, നിങ്ങളുടെ വിഷു എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടാവലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ ഹർഷയോട് പറയണം, എന്ത് വിഷു, ഇന്നേ വരെ വിഷു ആഘോഷിച്ചില്ല, 5-6 കൊല്ലമായി വിഷു ആഘോഷിച്ചിട്ട്. കാരണം വിഷുവിൻ്റെ അന്ന് നേരം വെളുക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടി എന്ന് പറയുന്നവൻ അങ്ങോട്ടേക്ക് കള്ളും കാര്യങ്ങളും കൊണ്ടുവന്ന് വിഷുവിൻ്റെ അതൊക്കെ അങ്ങ് കണി കാണുന്നത് തന്നെ അതാണ്, അങ്ങ് അലങ്കോലമാക്കും എന്നൊക്കെ പറയണിട്ട്. അപ്പോൾ ഉടൻ തന്നെ സുശീല ചോദിക്കുക, അപ്പോൾ ഇത്തവണത്തെ വിഷു ഗംഭീരമാണ്. ഹർഷയുടെ ഒപ്പമായതുകൊണ്ട് തന്നെ രവി പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സദ്യ ഒരുക്കാൻ. അതുകൊണ്ട് നല്ലൊരു സദ്യ ഒരുക്കി അടിപൊളിയിൽ വിഷു ആഘോഷിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നൊക്കെ പറയണിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് സുശീലയോട് ചോദിക്കുകയാണ്, എന്താ ആൻറ്റിയുടെ തീരുമാനം? ആൻറ്റി എങ്ങനെ വിഷു ആഘോഷിക്കുന്നത്? ശ്യാമും സോനയൊക്കെ അവരുടെ വീട്ടിലോട്ട് പോകുക അത്ര. അതായത് അവരുടെ ശ്യാമിൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ഫ്ലാറ്റിലോട്ട് പോകുക അത്ര. പിന്നീട് സത്യനാണ്, അവന് പ്രതിഭയുടെ വീട്ടിലോട്ടും. പിന്നീട് ഞാനും ഇന്ദ്രൻ്റെ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വിഷു അങ്ങനെയൊക്കെയാണ്. എന്തായാലും പുറത്തു നിന്ന് ചോറ് എന്തെങ്കിലും വാങ്ങണം, അത്ര തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുന്ന ഹർഷ പറയണേ, എന്നാൽ ആൻറ്റി എൻ്റെ വീട്ടിലോട്ട് വന്നൂടെ, ഇന്ദ്രനെയും അതുപോലെ ആൻറ്റിയും അങ്ങോട്ടേക്ക് വന്നൂടെ? എന്താ ഹർഷ നീ പറയുന്നത്? രവി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.